KCBC മാധ്യമ കമ്മീഷന്റെ 2014 ഗുരുപൂജ പുരസ്കാരത്തിന് അർഹനായ റവറൻഡ് ഫാദർ മൈക്കിൾ പനക്കൽ. കേരള ഭക്തിഗാന മേഖലയിലും ലത്തീൻ സഭയുടെ ആരാധനക്രമ തിരുക്കർമ്മ സംഗീത മണ്ഡലത്തിലും അതുല്യവും അവിസ്മരണീയവുമായ സംഭാവനകൾ അർപ്പിച്ച വരാപ്പുഴ അതിരൂപതാംഗമായ റവറൻഡ് ഫാദർ മൈക്കിൾ പനക്കൽ 100-ാം വയസ്സിൻ്റെ തികവിൽ എത്തിയിരിക്കുകയാണ്. ഗാനരചയിതാവ്, സംഗീതജ്ഞൻ, ചിത്രകാരൻ, അധ്യാപകൻ, മതബോധന ഗുരു തുടങ്ങിയ വിവിധ രംഗങ്ങളിൽ പടർന്ന് പന്തലിച്ച് കിടക്കുകയാണ് പനക്കലച്ചൻ്റെ പ്രതിഭാവിലാസം. വൈപ്പിൻ നായരമ്പലം വാടേൽ സ്വദേശിയായ അദ്ദേഹം 1916 മാർച്ച് 24 ജനിച്ചു. സിലോണിലെ കാൻഡി പേപ്പൽ സെമിനാരിയിലായിരുന്നു വൈദിക പഠനം. 1942 ഡിസംബർ 19 ആർച്ച് ബിഷപ്പ് അട്ടിപ്പേറ്റിയിൽ നിന്ന് പൗരോഹിത്യ പട്ടമേറ്റു. തുടർന്ന് അവിഭക്ത വരാപ്പുഴ അതിരൂപതയിലെ പല പള്ളികളിലും സേവനം ചെയ്തു. മൈനർ സെമിനാരിക്കാലത്ത് തന്നെ കലാഭിരുചി ബ്രദർ പനക്കലിൽ ദൃശ്യമായിരുന്നുവെന്ന് 2 വർഷം ജൂനിയറായിരുന്ന ബ്രദർ കൊർണേലിയൂസ് ഇലഞ്ഞിക്കൽ, പിന്നീട് വരാപ്പുഴ ആർച്ച് ബിഷപ്പ് ആയ കൊർണേലിയസ് പിതാവ് അനുസ്മരിക്കുന്നുണ്ട്. ഇൻഫന്റ് ജീസസ് പള്ളിയിൽ സേവനം അനുഷ്ഠിക്കവേ അവിടുത്തെ ഡോൺ ബോസ്കോ സ്കൂളിൽ ഒരു വ്യാഴവട്ടക്കാലം അധ്യാപകനായി. മോൺസിഞ്ഞോർ ലോപ്പസും ഒന്നിച്ച് ബോസ്കോ കലാസമിതി ആരംഭിക്കുന്നത് അക്കാലത്താണ്. 300-ലേറെ ബാലപ്രതിഭകൾക്ക് അവിടെ മാർഗദർശനം ലഭിച്ചിട്ടുണ്ട്. പ്രസിദ്ധ സംഗീതജ്ഞരായ ജോബ് ജോർജ് ടീം, ജെറി അമൽദേവ്, ഗായകൻ സിയോ ആൻഡോ, റെക്സ് സഹോദരന്മാർ എന്നിവർ പനക്കലച്ചൻ്റെ കണ്ടെത്തലുകളാണ്. 1960-കളിൽ പനക്കലച്ചൻ IS പ്രസ് മാനേജരായി. അക്കാലത്താണ് മതബോധന രംഗം ആധുനീകരിക്കപ്പെട്ടതെന്ന് പറയാം. കേരളത്തിലെ ഒന്നാമത്തേതെന്ന് പറയാവുന്ന ആധുനിക മതബോധന ഗ്രന്ഥം പിറന്നത് അപ്പോഴാണ്. വഴിയും ജീവനും, സ്വർഗ സന്ദേശം എന്നീ സചിത്ര മതബോധന ഗ്രന്ഥങ്ങൾ അങ്ങനെയാണ് ഉണ്ടായത്. മതബോധന രംഗത്ത് അന്ന് ആദ്യമായി ഗാനങ്ങളും പ്രവൃത്തി പരിചയവും പ്രായോഗികമായി. പനക്കലച്ചൻ കൊച്ചിൻ ആർട്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസിന്റെ സ്ഥാപക ഡയറക്ടറായി 1975 നിയമിതനായി. സഭയിലെ ആദ്യത്തേതും എറണാകുളം മഹാനഗരത്തിലെ സുസജ്ജീകൃതവുമായ പ്രഥമ റെക്കോർഡിംഗ് സ്റ്റുഡിയോയും ആയി CAC ഉയരുന്നത് പനക്കലച്ചന്റെ നിയന്ത്രണത്തിലാണ്. അവിടെ നിന്ന് നിരവധി ഭക്തിഗാന കാസറ്റുകൾ പുറത്തിറങ്ങി. കേരളത്തിനകത്തും വിദേശത്തും ഗാനമേള നടത്തുന്ന സംഗീത ട്രൂപ്പായി CAC ഓർക്കസ്ട്രയെ പനക്കലച്ചൻ വികസിപ്പിച്ചു. നിരവധി ഭക്തിഗാനങ്ങളും തിരുക്കർമ്മഗീതങ്ങളും പനക്കലച്ചന്റെ വകയായുണ്ട്. സൂര്യകാന്തി പുഷ്പമെന്നും, പ്രാർത്ഥനാ ദൂരത്തിൽ മാത്രം എന്നിവ അവയിൽ ചിലത് മാത്രം. ബൈബിൾ സന്ദേശഗീതം 3-ാം വാല്യം ദൃശ്യവേദി ലക്ഷ്യമാക്കി രചിക്കപ്പെട്ട സംഗീത ശില്പങ്ങളാണ്. ഗായകരായ ഫ്രെഡി പള്ളൻ, മിൻമിനി എന്നിവരൊക്കെ പനക്കലച്ചന്റെ കണ്ടെത്തലുകളാണ്. സംഗീതം ഔപചാരികമായി അഭ്യസിച്ചിട്ടില്ലാത്ത പനക്കലച്ചൻ ചിത്രകലയും പഠിച്ചിട്ടില്ല. ജന്മസിദ്ധമായ വാസനാവൈഭവം കൈമുതലാക്കി നിരവധി എണ്ണഛായാചിത്രങ്ങളും പനക്കലച്ചൻ രചിച്ചിട്ടുണ്ട്. കലാ സാംസ്കാരിക വേദികൾ അപഭംഗങ്ങൾക്കും അപഭ്രംശങ്ങൾക്കും വിധേയമാക്കപ്പെടുന്ന ദശാസന്ധിയിൽ മൂല്യബോധത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ക്രൈസ്തവ കലാരൂപങ്ങൾ വചനപ്രഘോഷണത്തിനും ദൈവമഹത്വ പ്രചാരണത്തിനും മഹിതോപാധികളാക്കിയ മൈക്കിൾ പനക്കലച്ചന് 2014 KCBC മാധ്യമ കമ്മീഷന്റെ ഗുരുപൂജ പുരസ്കാരം അത്യാദരങ്ങളോടെ സമർപ്പിക്കുന്നു.